നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകണം. വാർത്തകളുടെ വിശദാംശങ്ങൾ അവരിൽ നിന്ന് ലഭിക്കണം. തിരുവനന്തപുരത്ത് തുടങ്ങാം. വി അരുൺ തിരുവനന്തപുരത്തുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഏറെ വാർത്തകൾ സംഭവിക്കാതിരിക്കുന്ന ദിവസമാണ്. ഇന്നലെയും അരുണിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. കാരണം SFI CPM വാർത്തകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു ഇന്നലെ ആർഷോ 2 തവണ വിശദീകരിച്ച് കുഴിയുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. SFI ഒപ്പം നിഖിലിനെയൊക്കെ ന്യായീകരിക്കുന്ന നമ്മൾ കണ്ടു. ഏതായാലും വൈകുന്നേരമായപ്പോഴേ കാര്യങ്ങൾ മാറി മറിയുന്നു. 2 സർവകലാശാലകളുടെയും VC-മാർ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. നിയമ നടപടികൾക്കടക്കം MSM കോളേജ് ഒരുങ്ങുന്നു. അങ്ങനെ ആകപ്പാട് SFI പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി എന്താണ് അവരുടെ പ്രതിരോധം? എന്താണ് ആ പാർട്ടിയുടെ, ആ സംഘടനയുടെ നീക്കം? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, അശ്വതി. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ SFI മാത്രമല്ല ഇതിൽ പെടുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി SFIയുടെ ഇത്തരം നീക്കങ്ങൾ, അത് നമുക്ക് കുറച്ച് പുറകിലേക്ക് പോയാൽ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തിവാദം, അത് പിന്നീട് PSC ചോദ്യപേപ്പർ കോപ്പിയടിയിലേക്ക് എത്തിയ കത്തിക്കുത്തിവാദത്തിൽ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി SFI നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നു. SFI സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി സംഘടനയാണ്. പല ശക്തമായ സമരങ്ങളും, ഒരുപക്ഷെ കേരളം തന്നെ നെഞ്ചേറ്റിയ നിരവധി സമരങ്ങൾ ചെയ്ത് വളർന്നു വന്ന സംഘടനയാണ്. അത് CPM ഉണ്ടാക്കിക്കൊടുത്തത് നല്ല പേര് ചെറുതല്ല. പക്ഷേ ഇപ്പോൾ CPM-നെ ഏറ്റവും അധികം ബാധിക്കുന്ന, ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഘടനയായി SFI മാറുന്നു. അത് CPM നേതൃത്വം തന്നെയാണ് ബാധിക്കുന്നത്. അവർ ഇന്നലെ ഇപ്പോഴത്തെ വിവാദത്തിലേക്ക് വന്നാൽ, കായംകുളം കോളേജിലെ വിവാദത്തിലേക്ക് വന്നാൽ, ഒരു ആവശ്യമില്ലാതെ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അതിനെ ന്യായീകരിച്ച് വഷളാക്കുകയായിരുന്നു SFIയുടെ സംസ്ഥാന നേതൃത്വം. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി. ഒരു സർട്ടിഫിക്കറ്റ് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പല വശങ്ങളുണ്ടാകാം. അതിൻ്റെ വസ്തുത എന്തെന്ന് ബോധ്യപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബോധ്യപ്പെട്ട ശേഷം ഈ കുറ്റക്കാരനായ നിഖിലിനെ സംരക്ഷിക്കാനോ വേണ്ടിയുള്ള ഇടപെടലുകളാണ് നിരന്തരം ആർഷോ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. ഇന്നലെ രാവിലത്തെ വാർത്താ സമ്മേളനം പോലും CPM കേന്ദ്രങ്ങളിൽ SFIയുടെ നേതൃത്വത്തിലൊക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എന്തിന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് പ്രതിയാകാൻ പോകുന്നതാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് കലിംഗ യൂണിവേഴ്സിറ്റി സ്ഥിരീകരിക്കുന്നു. കേരള സർവകലാശാല VC വ്യക്തമായ സൂചന അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാൻ തന്നെ സാധ്യത നൽകുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് വേണ്ടി, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് CPM-ൻ്റെ നേതൃത്വം നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ഒരാളാണ്, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളാണ്. അത്തരം ഒരാൾക്ക് വേണ്ടിയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം വക്കാലത്തുമായി രംഗത്ത് വന്നത്. എന്താണ് അതിന് പിന്നിൽ ലക്ഷ്യമെന്ന് അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടപെടുന്നത്. മാധ്യമങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. മാധ്യമങ്ങളൊന്നും പഠിക്കാതെ, രേഖകളൊന്നും ഇല്ലാതെയാണ് മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. SFIയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി മാത്രമെന്ന് ആരോപിച്ചായിരുന്നു ആർഷോയുടെ ആദ്യം മാധ്യമങ്ങളെ കണ്ടത്. വൈകിട്ട് തിരുത്തി മാധ്യമങ്ങളുടെ അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിനെ പ്രകീർത്തിക്കുകയും ചെയ്തു വൈകുന്നേരം. അശ്വതി, എന്ത് വൃത്തികേടും എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തിയ ശേഷം അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ പഴിചാരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത്, അത് രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലാതെ എല്ലാവരും തുടരുന്ന ശീലമാണ്. അത് തന്നെ ആർഷയും കണ്ടു പഠിക്കുന്നതാകാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നേതാക്കളെ പോലും കണ്ടു പഠിക്കുന്നതാകാം അത്തരമൊരു രീതി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ രാവിലത്തെ വാർത്താ സമ്മേളനത്തെപ്പറ്റി ഞാൻ റിപ്പോർട്ട് ചെയ്ത ആളല്ല. പക്ഷേ വളരെ ആർഷോ എന്ന സംസ്ഥാന സെക്രട്ടറിയോട് എല്ലാ ബഹുമാനവും അതിൻ്റെ ഒരു സ്നേഹമൊക്കെ നിലനിർത്തി തന്നെയാണ് മാധ്യമപ്രവർത്തകർ രാവിലെ ആർഷയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അവിടെ തന്നെ ആർഷോ മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് ആഞ്ഞടിക്കുകയായിരുന്നു. പക്ഷേ വൈകിട്ട് കാര്യങ്ങൾ പൂർണ്ണമായും സൂചിപ്പിച്ചതിൽ മാറി പറഞ്ഞു. ആർഷോ പൂർണ്ണമായും പ്രതിരോധത്തിൽ പോയി. ആർഷോ പറഞ്ഞ ന്യായങ്ങൾ എല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു. ആർഷോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണ് തെളിഞ്ഞു. അത് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ SFIയുടെ ആലപ്പുഴ നേതൃത്വവും നിഖിലുമൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് ആർഷോ പറഞ്ഞതാണ്. എന്തായാലും ആർഷോ പൂർണ്ണമായും പ്രതിരോധത്തിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മറ്റു വഴികൾ പിന്നീട് ആർഷോയ്ക്ക് മുൻപിലില്ല. ആർഷോ മാധ്യമങ്ങളെ തന്നെ അവിടെയും പഴിചാരിയും ഒരു വശത്തുകൂടി പ്രകീർത്തിച്ചുമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. പൂർണ്ണമായും പൊളിഞ്ഞ ഒരു നിലപാടാണ് ഇന്നലെ ആർഷോയിൽ നിന്ന് കണ്ടത്. ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായും ആദ്യഘട്ടമൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന ആ രീതിയിൽ അതിനെ കാണാൻ കഴിയില്ലായിരുന്നു. അവിടെ രണ്ട് കോഴ്സ് ഒരേ സമയം ചെയ്തു. അതിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം അദ്ദേഹം നേടി. അത് പഠിച്ച് നേടിയെടുത്തു എന്ന് തന്നെയാണ് ആ ഘട്ടത്തിലുള്ള ഉണ്ടായിരുന്ന വിവരം. പക്ഷേ അതല്ല എന്ന് CPM നേതൃത്വത്തിൽ ഒരു ഭാഗത്തിന് അറിയാമായിരുന്നു. ആർഷയും സ്വാഭാവികമായും അതറിയാവുന്ന ആളാവണം. ഇപ്പോൾ പൂർണ്ണമായും
ഈ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന വിലയിരുത്തലുകൾ അല്ലെങ്കിൽ അത്തരം വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി എന്തിന് ഇത്തരമൊരു ഇല്ലാത്ത കാര്യത്തിന് ന്യായീകരണ നിലപാടുമായി SFIയുടെ സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി. ഇപ്പോൾ നിഖിലല്ല കുറ്റാരോപിതനായുള്ളത്, നിഖിലിനെ അതേ രീതിയിൽ സംരക്ഷിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന നേതൃത്വം കൂടി ആ രീതിയിൽ പ്രതിക്കൂട്ടിലാവുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം തനിക്ക് പൂർണ്ണ വിവരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്രയും അധികം ന്യായവാദങ്ങളുമായി രംഗത്തെത്തിയതെന്ന ചോദ്യം ഉയരുകയാണ്. ഇതാദ്യമായല്ല ആർഷോ വിവാദങ്ങളിൽപ്പെടുന്ന നമുക്കറിയാം. മഹാരാജാസ് കോളേജിലെ വിവാദം, അവിടെ ഒരുപക്ഷെ ആർഷോയ്ക്കെതിരെ ആദ്യം വന്ന വാർത്തകളൊന്നും ആ രീതിയിലുള്ളതായിരുന്നില്ല. അദ്ദേഹം അവിടെ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജ ഇടപെടൽ നടത്തിയ പിന്നീട് തെളിഞ്ഞിട്ടുമില്ല. പക്ഷേ ആർഷോ ഇടപെടുന്ന വിഷയങ്ങളെല്ലാം ഈ രീതിയിൽ അവസാനിക്കുന്നു. SFI എന്ന സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്തരം തെറ്റായ കാര്യങ്ങളുടെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. നിരന്തരം പാർട്ടി നേതൃത്വത്തെ അത് പ്രതിരോധത്തിലാക്കുന്നു. ആർഷോ സംരക്ഷണം തീർത്തുകൊണ്ട് മഹാരാജ് കോളേജ് വിവാദത്തിലൊക്കെ പാർട്ടി നേതൃത്വം CPM വളരെ ശക്തമായ രംഗത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. വലിയ അതൃപ്തി SFIയുടെ നേതൃത്വത്തിലുണ്ട്, CPM നേതൃത്വം ഈ വിഷയത്തിലുണ്ട്. കാരണം CPMന്റെ സംസ്ഥാനത്തെ നേതൃനിരയിൽ വലിയൊരു വിഭാഗം SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ്, സമരങ്ങളിലൂടെ വളർന്നു വന്നവരാണ്. അഭിമാനമായി എന്നും SFI എന്ന് പറയുന്ന ആളുകളാണ്. ഒരിക്കൽ SFI ആയവർ, എക്കാലം SFI ആയെന്ന് പല പോസ്റ്റുകളിലൂടെ ഇപ്പോഴത്തെ മന്ത്രിമാരടക്കമുള്ളവർ നിരന്തരം പറയുന്ന ആളുകളാണ്. അത്തരമൊരു നേതൃത്വമുള്ളപ്പോൾ തന്നെയാണ് SFI ഇത്തരം തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ നിരവധി ആരോപണങ്ങൾ, നിരവധി പ്രതിരോധങ്ങൾ തീർക്കേണ്ടി വരും SFIക്ക്. കാരണം SFI പ്രതിക്കൂട്ടിലാണ് ഈ വിഷയത്തിൽ. സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് ഈ നിഖിലിനെ ന്യായീകരിക്കാനായി എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നേരത്തെ അരുൺ പറഞ്ഞ പക്ഷേ നേരത്തെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ആരോപണ വിധേയനാണ് ആർഷോ. പക്ഷെ ആർഷോ ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് നിഖിലിനും സമാനമായ സ്ഥിതിയാണ് തന്നെ പോലെയാണ് നിഖിലും വേട്ടയാടപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ശ്രമിച്ചത്. അരുണിലേക്ക് വരാം. ഇനിയും തിരുവനന്തപുരത്ത് നിരവധി വാർത്തകളുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നുകൂടി നമുക്കൊരു വാർത്തയിലേക്ക് പോകാനുള്ളത്. വ്യാജരേഖ കേസിൽ വിദ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. സുവി വിശ്വനാഥനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുവി, ഗുഡ് മോർണിംഗ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കള്ളക്കേസാണ് താൻ വ്യാജരേഖ ഹാജരാക്കി നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നാണല്ലോ ജാമ്യാപേക്ഷയിൽ വിദ്യ പറയുന്നത്. പക്ഷേ ഇതുവരെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും വിദ്യ എവിടെയാണ് എന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വിദ്യയുടെ ജാമ്യാപേക്ഷ ഇന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് അശ്വതി. ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിദ്യ എവിടെ എന്ന ചോദ്യത്തിന് പോലീസ് ഒരുപക്ഷെ ഇന്ന് മറുപടി നൽകിയേക്കും. വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്, കള്ളക്കേസാണ്, അവിവാഹിതയാണ് താൻ. ആ ഒരു പരിഗണന തന്നോട് കാണിക്കണം. താൻ യാതൊരു തരത്തിലുള്ള വ്യാജരേഖയും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. എന്നാൽ അടിയന്തരമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഒരാഴ്ച അത് മാറ്റിവെച്ചതിന് ശേഷമാണ് ഇന്നിപ്പോൾ ആ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഒപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിദ്യ ഒളിവിൽ തന്നെയാണ്. 14 ദിവസമായി തന്നെ കേസെടുത്ത് 14ാമത്തെ ദിവസമാണിന്ന്. ആ 14 ദിവസമായി വിദ്യ ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിദ്യ എവിടെ എന്ന ചോദ്യത്തിന് അട്ടപ്പാടി പോലീസിനും അഗളി പോലീസിനും അല്ലെങ്കിൽ നീലേശ്വരം പോലീസിനും വ്യക്തമായ മറുപടികൾ നൽകാൻ സാധിക്കുന്നില്ല. ഈ 2 പോലീസുമാണ് വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പരിശോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ന് കോടതിയെ പോലീസ് അറിയിക്കാനുള്ളൊരു സാധ്യത വിദ്യയെ കാണാനില്ല എന്ന് തന്നെ ആയിരിക്കും അറിയിക്കാനുള്ളൊരു സാധ്യതയുള്ളത്. നേരത്തെ ആദ്യഘട്ടത്തിൽ വിദ്യയുടെ ടെലിഫോൺ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് എറണാകുളത്തായിരുന്നു. അവിടെ വെച്ച് പിടികൂടാൻ സാധിച്ചില്ല. പിന്നീട് ഇത് വടക്കൻ മേഖലകളിലേക്ക് വിദ്യ കടന്നു എന്ന സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സൈബർ സെല്ലിന്റെ കൂടെ വിദഗ്ധരുടെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോടാണ് വിദ്യയുള്ളത് എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ വിദ്യയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ വിമർശനം ശക്തമാവുകയാണ്. ഈ പോലീസിനെ CPM ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. CPM തന്നെ ഈ വിദ്യയെ സംരക്ഷിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണം. ആ വലിയ ആരോപണം
രൂക്ഷമാവുകയും ചെയ്യുകയാണ്. ഏതായാലും ഇന്ന് വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഹൈക്കോടതി ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ പരിഗണനയിലിരിക്കുമ്പോൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് നിലവിൽ നേരത്തെ തന്നെ ജസ്റ്റിസുമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിദ്യയുടെ അറസ്റ്റ് ഇനി ഒരു പക്ഷേ പെട്ടെന്നുണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. ഒപ്പം വിദ്യയോട് ചോദ്യം ചെയ്യലിനും മറ്റും ഹാജരാകണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും പോലീസ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 14 ദിവസമായി പോലീസ് നടത്തുന്ന അന്വേഷണം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഏതായാലും പെട്ടെന്ന് രാവിലെ ഉടൻ തന്നെ വിദ്യയുടെ ഹർജി പരിഗണിക്കുന്നില്ല, അല്പം താഴെയായിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഏതായാലും വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്നുകൂടി പോകണം. വി അരുൺ സുവി തുടരണം. അരുൺ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ സന്ദർശനത്തിന് ശേഷം മടങ്ങി എത്തിക്കഴിഞ്ഞു. ഇന്ന് ഇവിടെ അദ്ദേഹം നേരത്തെ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടന്നു. പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രി ഇല്ലാതിരുന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണോ എന്നായിരുന്നു. കാരണം മോൺസൺ മാവുങ്കൽ വിവാദത്തിലൊക്കെ പോക്സോ കേസിലടക്കം സുധാകരൻ കൂടി പങ്കാളിത്തമുണ്ട് എന്നുള്ള പ്രതികരണമൊക്കെ വലിയ വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു അത്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കണോ ഈ ഘട്ടത്തിൽ? അദ്ദേഹം സാധാരണ മാധ്യമങ്ങളെ കാണുന്നൊരവസ്ഥയില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയങ്ങൾ തന്നെയാണ് എല്ലാം ഉള്ളത്. മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടായേക്കാം. അതായത് വിദേശ സന്ദർശനത്തിൽ കണ്ട കാര്യങ്ങൾ, അവിടെ സംസ്ഥാനത്ത് നേട്ടമായി സർക്കാരിന് അവകാശപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷം ഉണ്ടാകുമെന്ന ചില സൂചനകളുണ്ട്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാറില്ല. മാധ്യമങ്ങളെ കണ്ട് പറയുന്നതിന് പകരം പാർട്ടി പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ അത്തരം പൊതുയോഗങ്ങളിലൊക്കെ മറുപടി പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങളോട് പറയാനുള്ള പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ സൈബർ രംഗത്ത് പറഞ്ഞാൽ പോരെ, സാമൂഹ്യ മാധ്യമങ്ങൾ പറഞ്ഞാൽ പോരെ എന്നൊരു ശക്തമായ ചിന്ത സർക്കാരിൽ, മുഖ്യമന്ത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ശക്തി പ്രാപിക്കുന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം സൂചനകൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം KPC അധ്യക്ഷനെതിരെ നടത്തിയ ഒരു ആരോപണത്തിലൂടെ പ്രതിസന്ധിയിലാക്കിയത് ആഭ്യന്തര വകുപ്പിനെയാണ്, മുഖ്യമന്ത്രിയെ കൂടെയാണ്. കാരണം ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും രഹസ്യമായ രേഖയാണ്. പ്രത്യേകിച്ചും ഒരു പോക്സോ കേസിൽ അങ്ങനെ ഒരു രേഖയുണ്ട്. അത് താൻ കണ്ടു, തനിക്ക് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. മാധ്യമം പാർട്ടി മുഖപത്രമാണ്. അത്തരമൊരു വാർത്ത മറ്റൊരു മാധ്യമവും വാർത്ത നൽകിയിരുന്നില്ല. മറ്റൊന്ന്, ക്രൈംബ്രാഞ്ചിൽ നിന്നും തനിക്ക് വിവരങ്ങൾ ലഭിച്ചു എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ ഒരു കാര്യമാണ്. ആ ആരോപണത്തിൻ്റെ വസ്തുത നിജസ്ഥിതി തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് സംഘം തന്നെ അത്തരത്തിൽ ഒരു 164 സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, മൊഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം വലിയ ഗൂഢാലോചനയിൽ ആരോപിക്കുന്നത് സ്വാഭാവികമായി അവർക്ക് വീണ് കിട്ടിയ വലിയൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ അതിനെ ഉപയോഗിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി പ്രതിരോധത്തിലാവുകയാണ്. ഒന്നുകിൽ ഇത്തരമൊരു 164 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് പാർട്ടി സെക്രട്ടറിക്ക് ആരോ ചോർത്തിക്കൊടുത്തു എന്ന് പ്രതിപക്ഷം പറയുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് പേര് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷത്തെ പ്രധാന നേതാവിനെ തന്നെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഹീനമായ നീക്കം നടക്കുന്നുവെന്ന വാദത്തിന് ശക്തി ഉണ്ടാകും. എന്തടിസ്ഥാനത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിൻ്റെ അധ്യക്ഷനെതിരെ ഇത്രയും ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് നടപടിയെടുത്തില്ല? ജോൺസൺ മാവുങ്കൽ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അന്ന് ഇദ്ദേഹത്തെ കൂടി പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ? അവിടെ ആരുടെ താല്പര്യപ്രകാരമാണ് KPC അതിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനെ അന്ന് ഒഴിവാക്കിയതെന്ന ചോദ്യം ഉയർന്നു വരും. ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമായത് വ്യാഖ്യാനിക്കപ്പെടും. അല്ലെങ്കിൽ ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തം പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ സംസ്ഥാനത്ത് അഴിമതി ആരോപിച്ച്, ക്യാമറയിലടക്കം അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം ഒരു പ്രതിഷേധ പരിപാടി സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട്. അവിടെ ഈ വിഷയവും ഉയർന്നു വരും. ഇന്നലത്തെ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ്, KPCയുടെ അധ്യക്ഷൻ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങി കോൺഗ്രസിൻ്റെ ഒരു മുൻനിര നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവർ വലിയ സംഘടനാ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന സമയമാണ്. ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ഗ്രൂപ്പ് വിഷയങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരെ ഒന്നിപ്പിക്കുന്നൊരു വിഷയമായി KPC അധ്യക്ഷനെതിരെയുള്ള ഈ CPM സംസ്ഥാന സെക്രട്ടറി ആരോപണം മാറി എന്നത് വസ്തുതയാണ്. നേരത്തെ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ
KPC അധ്യക്ഷനെതിരെ ഒരു അന്വേഷണം, ജോൺസൺ മാവുങ്കൽ കേസിൽ ഒരു അന്വേഷണം, അദ്ദേഹത്തെ പ്രതിയേർക്കുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്നു. ആ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കി മുന്നോട്ട് പോകുകയായിരുന്നു സർക്കാർ. പക്ഷേ അവിടെ ആ സർക്കാരിനെയും CPM-നെയും വലിയ രീതിയിൽ പിന്നോട്ടടിച്ചുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ ഈ ഒരു വാവിട്ട വാക്ക് എന്ന് പറയേണ്ടി വരും ആരോപണം വന്നത്. അത് വലിയ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു, CPM-നെ പ്രതിസന്ധിയിലാക്കുന്നു. അത്തരം കാര്യങ്ങളിലും മുഖ്യമന്ത്രി മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളോടുള്ള സമീപനം കൊണ്ടും അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ, ഒരു മറുപടി ഉടൻ ലഭിക്കുമോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഈ ഘട്ടത്തിൽ ഇല്ല. രഞ്ജിത്ത്, അതാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ പാർട്ടിയിലൊക്കെ ഈ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചേക്കാം. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. നമുക്ക് ആലപ്പുഴയിലേക്ക്. ആലപ്പുഴ CPM-ലെ കൂട്ട നടപടി വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരുന്ന കുറെ വിഷയങ്ങളിൽ ഇന്നലെ നടപടി ഉണ്ടായി എന്നുള്ളതാണ്. PP ചിത്തരഞ്ജനും M സത്യപാലനും രണ്ടുപേരെയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരുന്നുമുണ്ട്. നമുക്കിപ്പം ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ആ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ ശരണ്യ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ആലപ്പുഴ CPM-ൽ തിരുത്തൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ രാവിലെ മുതൽ എന്താകും ഇന്ന് ആലപ്പുഴയിൽ സംഭവിക്കുക, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന കമ്മിറ്റി ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരുന്ന നടപടി വൈകുന്നേരത്തോടെ എത്തിയപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത്? അശ്വതി, രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ആലപ്പുഴ CPM-ലെ നിലവിൽ ഈ കഴിഞ്ഞ കാലയളവിൽ അഭിമുഖീകരിച്ചു വന്നിരുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് ഒരു അയവ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ അത്ര കണ്ട് വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരു തീരുമാനം എടുത്തു പോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നു. പക്ഷേ ആ തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ അത് വളരെ ഷാർപ്പായി ഇനി മറ്റ് വിട്ടുവീഴ്ചകൾക്കില്ല എന്നുള്ള കൃത്യമായ ഒരു അറിയിപ്പ് സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിന് കൈമാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ 3 ഏരിയ കമ്മിറ്റികൾ, അതായത് ആലപ്പുഴ നോർത്ത്, സൗത്ത് ഏരിയ കമ്മിറ്റികൾ, ഒപ്പം തകഴി ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾ എന്നിവ പിരിച്ചുവിട്ടിരുന്നു. ഈ പിരിച്ചുവിട്ട കമ്മിറ്റികൾ പിന്നീട് പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആലപ്പുഴ നോർത്തും സൗത്തും ഒറ്റ കമ്മിറ്റിയായി മാറ്റുകയും ചെയ്തിരുന്നു. ഹരിപ്പാടും ഒപ്പം തന്നെ ആലപ്പുഴയിലും 15 പേർ വീതമുള്ള കമ്മിറ്റികളാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇനി 4 വീതമുള്ള അംഗങ്ങൾക്ക് പുറമെ നിന്ന് പിന്നീട് 4 വീതം അംഗങ്ങളെ കൂടി കൂട്ടിച്ചേർക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 4 ലോക്കൽ 5ഓളം ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. പിരിച്ചുവിടപ്പെട്ട പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റികൾ കൊമ്മാടി, ആശ്രമം, തുമ്പോളി, കുതിരപ്പന്തി എന്നീ കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. ഒപ്പം 35 ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ 28 പേർക്ക് നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് പരാതി ലഭിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ഈ 28ഓളം പേർക്ക് ഇനി ഈ ഘടകങ്ങളിൽ നിന്നും ഇവരെല്ലാം തന്നെ തരം താഴ്ത്തപ്പെടുകയും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഇവർ ലോക്കൽ കമ്മിറ്റി തലത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ കർശനമായ നടപടിയുമായാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ 3 പേർക്കാണ് പരസ്യ ശാസനയുള്ളത്. അത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള CK സദാശിവൻ, TK ദേവകുമാർ, ശ്രീകുമാർ ഉണ്ണിത്താർ കർഷക സംഘത്തിന്റെ ഭാരവാഹിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ മുൻ MLA CK സദാശിവൻ, മുൻ MLA-മാരായ TK ദേവകുമാർ എന്നിവരുമാണ് പരസ്യ ശാസന നൽകിയിട്ടുള്ളത്. ഇവർക്ക് മറ്റ് തരം താഴ്ത്തൽ നടപടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, മറിച്ച് ശാസന എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ചിത്തരഞ്ജനും ഒപ്പം തന്നെ M സത്യപാലനും തരം താഴ്ത്തപ്പെട്ടിരുന്നു. അവർക്ക് ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് വിഭാഗീയമായ ഒരു നീക്കം അല്ലെങ്കിൽ സജി ചെറിയാൻ പക്ഷത്തിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ ആയിരിക്കും എന്നുള്ള വിലയിരുത്തലായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വം കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗത്തിന്റെയും കൂട്ടുപിടിക്കാതെ കൃത്യമായി ആരൊക്കെ നയിക്കണം എന്നുള്ള തീരുമാനത്തിൽ അത് CB ചന്ദ്രബാബു ഉൾപ്പെടെയുള്ള ആളുകളെ, KH ബാബുജാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഏരിയ കമ്മിറ്റിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയും ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തതോടുകൂടി തന്നെ
ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ വിശ്വസിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരിലേക്ക് നേതൃത്വം നല്ല മാറ്റം നൽകും എന്നുള്ള ഒരു സൂചന തന്നെ നൽകിക്കൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഏരിയ സെക്രട്ടറിമാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും അധികം പ്രതിസന്ധി കഴിഞ്ഞ കാലയളവിൽ ആലപ്പുഴയിൽ നേരിട്ടത് ലഹരിക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടാണ്. ഷാനവാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള ആണ് MP ഗോവിന്ദൻ കമ്മിറ്റിയിൽ പറഞ്ഞത്. അതിൽ ഒരു കമ്മീഷന്റെ പോലും ആവശ്യമില്ലായിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ നടപടി എടുക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ലഹരിക്കെതിരെ പോരാടാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കൊട്ടേഷൻ മാഫിയകളുമായുള്ള പ്രശ്നങ്ങൾ, CPM-വുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കർശന നടപടിയിലേക്ക് നേതൃത്വം നീങ്ങണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശരണ്യ, CPM ആയതുകൊണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അപ്പോഴും ആലപ്പുഴയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ഈ നടപടികളെ ചേർത്ത് വെക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ ഒപ്പം നിന്ന ഒരു വലിയ വിഭാഗം, അതായത് ദേവകുമാർ അടക്കം ചിത്രരഞ്ജൻ അടക്കമുള്ള ആളുകൾക്ക് നടപടി ഉണ്ടാകുമ്പോൾ അങ്ങനെയും ഇത് വ്യാഖ്യാനിക്കപ്പെടില്ലേ? വലിയ സംഭവങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടായിട്ടും നടപടി നേരിടേണ്ടി വന്നിരുന്ന നിരവധി നേതാക്കളെ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപം ഇത്തരത്തിൽ ഉയരുന്നുണ്ടോ അവിടെ? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു വിഭാഗത്തിന്റെ ഇപ്പൊ PP ചിത്തരഞ്ജൻ സംഘടനാ നടപടി നേരിടേണ്ടി വന്നെങ്കിൽ പോലും PP ചിത്തരഞ്ജൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തരല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മാതൃകാപരമായി ആ സംഘടനാ നടപടി അവർ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഈ 2 ഒഴിവുകൾ നിലനിൽക്കട്ടെ, അതായത് സെക്രട്ടേറിയറ്റിൽ നിന്നും PP ചിത്തരഞ്ജനും M സത്യപാലനും പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ഒഴിവുകൾ അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഈ കഴിഞ്ഞ കാലയളവിൽ 40ഓളം പേരിൽ നിന്ന് വിശദീകരണം തേടിയതിൽ ഈ സംഘടനാ നടപടിയിലേക്ക് നേരിടേണ്ടി വന്ന പ്രമുഖരാണ് M സത്യപാലനും ഒപ്പം തന്നെ PP ചിത്തരഞ്ജനും. പക്ഷേ ഇവർ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരെ തിരികെ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുത്തലുകൾ ബോധ്യപ്പെട്ടാൽ തിരിച്ചു കൊണ്ടുവരിക, ആ ഒഴിവുകൾ അതുപോലെ തന്നെ നികത്താതെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവിടെ തീരുമാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല വ്യാപകമായ സംഘടനാ നടപടികളിലേക്ക് നേതൃത്വം നീങ്ങുന്നു. 28ഓളം ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കാണ് കീഴ്ഘടകങ്ങളിലേക്ക് ആലപ്പുഴയിൽ തരം താഴ്ത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് എല്ലാ വിഭാഗങ്ങളെയും പ്രത്യേകിച്ച് പരാതി ഉന്നയിച്ച വിഭാഗങ്ങൾക്കെല്ലാം തൃപ്തി വരുത്തക്ക രീതിയിൽ തന്നെയായിരുന്നു. അതിൽ ഒരു ഇപ്പോൾ സജി ചെറിയാൻ വിഭാഗത്തിനാണെങ്കിലും ഒരു മേൽക്കൈ എന്നുള്ള രീതിയിൽ ഒന്നും പറയാനില്ല. ഏറ്റവും അധികം കമ്മിറ്റിയിലെ അംഗങ്ങളുടെയൊക്കെ ഈ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തിരിച്ചടി വന്നിരിക്കുന്നത് നേതൃനിരയിൽ ഇപ്പോൾ PP ചിത്രരഞ്ജൻ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വന്നെങ്കിൽ പോലും ഈ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതും ഒക്കെ സജി ചെറിയാൻ വിഭാഗവുമായി നിൽക്കുന്ന കടുത്ത അനുയായികളായ ആളുകൾക്കാണ് ഈ സംഘടനാ നടപടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റികൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കുതിരപ്പന്തി, ആശ്രമം, കൊമ്മാടിയൊക്കെ സജി ചെറിയാൻ വിഭാഗത്തിന് വളരെയധികം സ്വാധീനമുള്ള കമ്മിറ്റികളാണ്. ആ കമ്മിറ്റികൾ പൂർണ്ണമായും ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിടാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ ലോക്കൽ കമ്മിറ്റിയിൽ ആരോപണ വിധേയരായി വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സജി ചെറിയാൻ വിഭാഗത്തിന് വളരെയധികം പിന്തുണ നഗരത്തിൽ കൊടുക്കുന്ന ആളുകളാണ്. ഇവരെ മുഴുവനായി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് ഒരു വിഭാഗത്തിന് വേണ്ടി സംസ്ഥാന നേതൃത്വം ഒരു നടപടി എടുത്തു എന്ന് പറയാൻ കഴിയില്ല. ആലപ്പുഴയിലെ CPM-ലെ വിഷയങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ രാവിലെ തന്നെ ഒരു അപകട വാർത്ത വരികയാണ്. കഞ്ചിക്കോട് കൈരളി സ്റ്റീൽ കമ്പനിയിൽ പൊട്ടിത്തെറി, അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വിവരം വരുന്നു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാടുണ്ട്. പ്രജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ അപകട കാരണം വ്യക്തമായിട്ടുണ്ടോ? അപകട കാരണം രാവിലെ ഫെർണസ് പൊട്ടിത്തെറിച്ചൊരു അപകടം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപകടത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. മരണപ്പെട്ടത് പത്തനംതിട്ട സ്വദേശിയാണ് എന്നും പറയുന്നു. ഫർണസ് ഓപ്പറേറ്ററാണ് അദ്ദേഹം. കഞ്ചിക്കോടും പാലക്കാട് നിന്നുള്ള 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ് എന്നും അവർ പറയുന്നുണ്ട്. ഈ എത്ര തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു? തൽക്കാലം ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്ക് എന്നുള്ളതാണ്. കൂടുതൽ ആളുകളുടെ നില? കൂടുതൽ ആളുകളുണ്ടോ എന്ന് ഫയർഫോഴ്സ് അവിടെ അന്വേഷണം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേര് ഉണ്ടാകാൻ വഴിയില്ല എന്നും പറയുന്നു. സ്ഫോടനം രാവിലെ ആയതുകൊണ്ട് തൊഴിലാളികൾ കുറവായിരുന്നു.
ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വലിയ സംഘം അവിടെ ഉണ്ടോ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് പറഞ്ഞത്. കഞ്ചിക്കോട്ടു നിന്നും പാലക്കാട്ടു നിന്നുമായി 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ശരി പ്രജിത്ത്, എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളും അതിന്റെ വിവരങ്ങളും നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ഒരാൾ മരിച്ചു എന്നാണ് അറിയുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ് മരിച്ചതെന്ന് അറിയുന്നു. രാവിലെ ആയതുകൊണ്ട് ഒരുപാട് പേർ അപകടത്തിൽപ്പെടുന്നത് ഒഴിവായി. തൊഴിലാളികൾ അവിടെ കൂടുതൽ പേർ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രജിത്ത് കോങ്ങാട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ്. പ്രജിത്ത്, ഫയർഫോഴ്സിന്റെ യൂണിറ്റിന് വളരെ വേഗം തന്നെ അവിടെ എത്തി തീ അണയ്ക്കാനായോ? സമീപത്തൊക്കെ ഇത്തരം നിരവധി ഫാക്ടറി ഉണ്ടല്ലോ, ഈ ഒരു പ്രത്യേക ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്കും തീപിടുന്ന സാഹചര്യമില്ലല്ലോ അല്ലെ? സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയ്ക്ക് സമീപമാണ്. അതുകൊണ്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് ഫയർഫോഴ്സ് പെട്ടെന്ന് എത്തി. ഇതിന് കഞ്ചിക്കോടും ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പാലക്കാട്ടു നിന്നും പെട്ടെന്ന് എത്താൻ പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ 5:45 കൂടിയാണ് അപകടം ഉണ്ടായത് എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ പരിക്കേറ്റ് 2-3 പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞല്ലോ, അവരുടെ ആരോഗ്യനിലയെ കുറിച്ച് നമുക്കറിയാം. അവരൊക്കെ ഏത് ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ഗുരുതരമല്ലല്ലോ അല്ലേ? പരിക്കേറ്റ 3 അന്യസംസ്ഥാന തൊഴിലാളികളുടെ നില ഗുരുതരമാണ്. അവരെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിക്കാണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് ഇനി എവിടേക്ക് മാറ്റുമെന്ന് തീരുമാനമായിട്ടില്ല. ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണോ പ്രജിത്ത് ഈ കമ്പനിയിൽ കൂടുതലും ജോലി ചെയ്യുന്നത്? കൂടുതലുമായിട്ടും ഈ ഇരുമ്പ് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നത് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അത്യാവശ്യം കുറച്ചു പേർ മാത്രമേ നമ്മുടെ മലയാളീസ് അവിടെ പണിയെടുക്കുന്നുള്ളൂ. ബാക്കി തൊഴിലാളികൾ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിൽ രാവിലെ ഒരു ദുരന്തമുണ്ടാകുന്നു, പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഫർണസ് പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ ഒരാൾ മരിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ വാർത്ത. പത്തനംതിട്ട സ്വദേശിയാണ് എന്നാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ, ഏത് രീതിയിലായിരുന്നു അപകടമുണ്ടായത് എന്ന് അടക്കമുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ, തീ പൂർണ്ണമായും അണയ്ക്കാറായോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് മനസ്സിലാകുന്നു. മുരുകാനന്ദ, ഇപ്പോൾ ഈ തീ അണയ്ക്കാനായോ? കൂടുതൽ ആളുകൾ എങ്ങനെ? തീ പൂർണ്ണമായും അണച്ചു. ഒരു മലയാളി പത്തനംതിട്ട സ്വദേശി അരവിന്ദ്, 26 വയസ്സ്, അദ്ദേഹം മരണപ്പെട്ടു. വലിയ ശബ്ദമുണ്ടായിരുന്നോ ഈ പൊട്ടിത്തെറി ആ സമയത്ത്? നിങ്ങൾ എങ്ങനെയാണ് ഓടി ആ സമയത്ത് അങ്ങോട്ടേക്കൊക്കെ എത്താൻ കഴിഞ്ഞിരുന്നോ? ഒരു ഭൂമി ഉലുക്കത്തിന്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഈ സ്ഥാപനം നിൽക്കുന്ന ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന പഞ്ചായത്ത് മെമ്പർ എന്റെ ഹസ്ബൻഡ് കൂടിയാണ്. അപ്പൊ ഒരു ഭൂമി ഉലുക്കത്തിന്റെ പ്രതീതിയായിരുന്നു. 3 കിലോമീറ്റർ അപ്പുറത്ത് ശബ്ദം കേട്ടു അല്ലേ? ശബ്ദം കേട്ടു. 5 പൊട്ടലുകളായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഈ രാത്രി അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നതിൽ ഒരു തൊഴിലാളിയാണ് മരിച്ചത്. അതെ. ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്റ്റീൽ ഫാക്ടറി ആണ്. വലിയൊരു സ്ഥാപനമാണ്. കൈരളി സ്റ്റീൽസ് എന്നുള്ള ഈ ഒരു സ്ഥാപനമാണ്. ഹരിതകർമ്മസേന, ഹരിത ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സ്ഥാപനം തന്നെയാണ്. പക്ഷെ യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നേരത്തെ അങ്ങനെ ആക്ഷേപം വന്നിട്ടുണ്ടോ? ആക്ഷേപം ഇവിടുത്തെ തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നത് അവർക്ക് ഈ ഫർണസിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന എക്സലേറ്റർ എന്നുള്ള വാഹനത്തിൽ വേണ്ട സുരക്ഷാ മാനദണ്ഡം പോലും ഇല്ല. 1500ഓളം ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഈ ഫർണസ് പ്രവർത്തിക്കുന്നത്. അതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന എക്സലേറ്ററിൽ ഡീസൽ ടാങ്ക് വരെ ലീക്കേജ് ആകുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അല്ല, ഇത് ഈ ഇങ്ങനെ ഒരു സുരക്ഷ, ഈ പ്രത്യേക ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തൊരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിച്ചു വന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട. നിരന്തരം ഗവൺമെന്റിനെയും അതുപോലെ പല ഉദ്യോഗസ്ഥന്മാരെയും ഇത് ശ്രദ്ധയപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ജനവാസ മേഖലയിലാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്, അതായത് വ്യവസായ മേഖലയിലല്ല. ജനവാസ മേഖലമായ പുതൂർ എന്ന പ്രദേശത്താണ് ഈ സ്ഥാപനം നിൽക്കുന്നത്.
ഈ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്രയും സുരക്ഷാ വീഴ്ചയുള്ളൊരു നടത്തിപ്പാണെങ്കിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അത് ഈ കൂടുതൽ മേഖലകളിലേക്കൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത 100% ഇതിൽ വലിയൊരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥാപനത്തിന്റെ ഒരു 100-200 മീറ്ററിനകത്താണ് HP എന്നുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു 200 മീറ്റർ അകലെയാണ്. ഇപ്പോൾ ഇതിന് സമീപത്ത് ഈ സ്റ്റീൽ വ്യവസായ സ്ഥാപനം അല്ലാതെ മറ്റ് ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ വ്യവസായ ഈ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് കൈലി സ്റ്റീൽസ് മാത്രമേ ഉള്ളൂ ജനവാസ മേഖലയിൽ. ബാക്കിയെല്ലാം വ്യവസായ മേഖലയ്ക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇത് 13ാം വാർഡില് ജനവാസ മേഖലയിലാണ്. അപ്പുറം ഇപ്പുറം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി അധികാരികൾ? അത് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മളെ ധരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഒരു ജയിലിന്റെ പ്രതീതിയാണ്. ഈ സ്ഥാപനത്തിനകത്ത് പ്രവേശിക്കാൻ പോലും സാധിക്കില്ല. ഗേറ്റ് പോലും തുറക്കാൻ സാധിക്കാത്ത ഒരു അന്യസംസ്ഥാനത്ത് ജോലിയെടുക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. അവിടെ താമസിച്ച് തന്നെയാണോ പണിയെടുക്കുന്നത്? അവിടെ താമസിച്ച് തന്നെയാണ്. തൊട്ടപ്പുറത്ത് ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്ലാന്റിനകത്തല്ല, തൊട്ടപ്പുറത്ത് ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ജോലി എടുക്കുന്നത്. 26 വയസ്സായ ഒരു പയ്യനാണ് മരിച്ചത്. മലയാളിയാണ്. അതെ, മലയാളിയാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. കുറച്ചുപേർക്ക് പരിക്കേറ്റിട്ടുണ്ടല്ലേ? രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞത് അത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരമായ പരിക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, നന്ദി താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. ഏതായാലും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങളോടെ അല്ല പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ പ്രദേശവാസി കൂടിയായ മുരുകാനന്ദൻ. 3 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്നതാണ് അദ്ദേഹം. പക്ഷേ പൊട്ടിത്തെറിയുടെ ശബ്ദം ഈ 3 കിലോമീറ്റർ അപ്പുറം വരെ കേട്ടു എന്ന് പറയുമ്പോൾ സ്ഫോടനം അത് ശക്തമായിരുന്നു വേണം മനസ്സിലാക്കാൻ. വളരെ ദുഃഖകരമായ വാർത്ത. പത്തനംതിട്ട സ്വദേശിയായ 26 വയസ്സുള്ള അരവിന്ദ് മരിച്ചു എന്നുള്ളതാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് ഒന്ന് പോകണം. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വഞ്ചന കേസിൽ ഇന്ന് അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട മോൺസൺ നിലവിൽ വിയൂർ ജയിലിലാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുധാകരനുമായി ഒക്കെ ഉള്ള ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിന് ചോദിച്ചറിയേണ്ടതുണ്ട്. സുവി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുവി, എന്താണ് ക്രൈംബ്രാഞ്ചിന് മോൺസണിൽ നിന്നും അറിയേണ്ടത്? സുധാകരനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ പ്രധാനം. തീർച്ചയായും ഒരു സുപ്രധാന നീക്കം തന്നെയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വിയൂർ ജയിലിലെത്തിയാണ് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ മോൺസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ അവിടെ എത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. പ്രത്യേകിച്ചും ഈ KPCC പ്രസിഡന്റ് K സുധാകരനെതിരെ കേസെടുത്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ 2ാം പ്രതിയാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസം മോൺസൺ മാവുങ്കൽ കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ K സുധാകരനല്ല, മുഖ്യമന്ത്രിയുടെ PS ഉൾപ്പെടെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. താൻ K സുധാകരനെതിരെ ഒരു തരത്തിലുള്ള മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് മോൺസൺ മാവുങ്കൽ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊരു മൊഴി ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് K സുധാകരനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു വിശദീകരണം. ആ കാര്യത്തിലാണ് ഇപ്പോൾ മോൺസൺ മാവുങ്കലിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പുറപ്പെടുന്നത്. വിയൂർ ജയിലിലെത്തി രാവിലെയാണ് ചോദ്യം ചെയ്യൽ. ഇതിനുള്ള അനുമതി കോടതിയിൽ നിന്ന് മോൺസൺ മാവുങ്കലിന് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ ഒരു സുപ്രധാനമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് 20-ാം തീയതിയാണ്. ഇനി വരുന്ന 23-ാം തീയതിയാണ് KPCC അധ്യക്ഷനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് 23-ാം തീയതി K സുധാകരൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ്. നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അന്ന് ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്ന് കാട്ടിയാണ് K സുധാകരൻ മാറി നിന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലും പരിഗണനയിലാണ്. അതിൽ 23 വരെ K സുധാകരനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ആ കേസും അന്ന് പരിഗണനയ്ക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മോൺസൺ മാവുങ്കൽ 10 ലക്ഷം രൂപ KPCC പ്രസിഡന്റിന് നൽകി. അത് നൽകുന്നത് കണ്ടു എന്ന മോൺസൺ മാവുങ്കലിന്റെ ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് K സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിനാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് മോൺസൺ മാവുങ്കലിന്റെ
മോൻസൺ ബാവുങ്കലിനെ ജയിലിലെത്തി കാണുന്നതും. ശരി സുവി, എന്തായാലും കൊച്ചി ബ്യൂറോയ്ക്ക് ഇന്ന് കോടതിയെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വിദ്യയുടെ ജാമ്യ ഹർജി വരുന്നു, മോൻസൺ ബാവുങ്കലിനെ ചോദ്യം ചെയ്യുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരാം. സുവിക്ക് നല്ലൊരു വാർത്താ ദിനം ആശംസിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രഭാത കേരളം തുടരുകയാണ്. ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട സംസ്ഥാന വ്യാപകമായി ED റെയ്ഡ് നടക്കുകയാണ്. വിദേശ കറൻസി മാറ്റി നൽകുന്ന ഇടപാടുകാരെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. മലപ്പുറം, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് 150ഓളം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്നാണ് സൂചന. ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി 6 ജില്ലകളിൽ ED റെയ്ഡ് നടത്തിയത്. മലപ്പുറം, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 150ഓളം ഉദ്യോഗസ്ഥർ ചേർന്നാണ് പരിശോധന. 10,000 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പരിശോധന. വിദേശ കറൻസി മാറ്റി നൽകുന്ന ഇടപാടുകാരെ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടന്നത്. ഗിഫ്റ്റ് ഷോപ്പുകൾ, ജ്വല്ലറി, മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നു. വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ വിദേശ കറൻസികൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. കൊച്ചിയിലെ പെന്റാമേനകയിലെ ഹന ഗ്ലാസ് എന്ന സ്ഥാപനത്തിൽ രേഖകൾ ഉൾപ്പെടെ ED കണ്ടെടുത്തു. കോട്ടയത്ത് 12 ഇടങ്ങളിലാണ് പരിശോധന. ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിലും ED പരിശോധന ശക്തമാക്കുന്നുണ്ട്. എറണാകുളം, കോട്ടയം ജില്ലകളിൽ പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് പകർച്ചപ്പനി കുതിച്ചുയരുന്നു. ഇന്നലെ 13,000ഓളം പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. 110 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. താഴെത്തട്ടിൽ പ്രവർത്തിക്കേണ്ട ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അടക്കമുള്ള ജീവനക്കാരുടെ ട്രാൻസ്ഫർ വൈകുന്നത് മുന്നൊരുക്കങ്ങളെ ബാധിക്കുന്നതായും പരാതിയുണ്ട്. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ഉയർന്നു തന്നെ. ഇന്നലെ 12,984 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 180 പേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 218 പേർ ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടി. 110 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതിൽ എറണാകുളത്ത് 43 പേർക്കും പാലക്കാട് 23 പേർക്കുമാണ് ഡെങ്കു സ്ഥിരീകരിച്ചത്. 19 ദിവസത്തിനുള്ളിൽ ഡെങ്കിപ്പനി 13 പേരുടെ ജീവനെടുത്തു. പകർച്ചപ്പനി ബാധിത മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും എല്ലാ ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. എന്നാൽ കരട് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ജീവനക്കാരുടെ ട്രാൻസ്ഫർ നടത്താത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായും വിമർശനമുണ്ട്. കരടിൽ ഉൾപ്പെട്ടവർ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ച് ഇരിക്കുന്നതിനാൽ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നതായാണ് വിമർശനം. എന്നാൽ സംഭരണ വിഭാഗക്കാർ സമർപ്പിച്ച രേഖകൾ പരിശോധിക്കുകയാണെന്നും ഉടൻ ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി തുടരുകയാണ്. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. സാധാരണ മിതമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ട് മാത്രമാണ്. ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായെങ്കിലും മൺസൂൺ കാറ്റ് ശക്തമായിട്ടില്ല. ഇതാണ് മഴ കുറയാൻ കാരണം. നിഹാലിന്റെ ജീവൻ എടുത്തിട്ടും കലിയടങ്ങാതെ കണ്ണൂരിലെ തെരുവ് നായ്ക്കൾ. മുഴുപ്പിലങ്ങാട് പാച്ചാക്കരയിൽ തെരുവ് നായ്ക്കൾ കൂട്ടമായി പെൺകുട്ടിയെ ആക്രമിച്ചു. പാച്ചാക്കര LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ജാൻവിയ ആണ് ആക്രമണത്തിനിരയായത്. കുട്ടിയുടെ തലയ്ക്കും വയറിലും തുടയിലും കൈയിലും ആഴത്തിൽ മുറിവേറ്റു. എടക്കാട് റെയിൽവേ സ്റ്റേഷന് പിൻവശത്തുള്ള വീട്ടുമുറ്റത്താണ് പട്ടിക്കൂട്ടം ജാൻവിയയെ ആക്രമിച്ചത്. തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ പോയ ചേട്ടനെ അന്വേഷിച്ചു ചെന്ന കുട്ടിയെ നായക്കൂട്ടം ഗേറ്റ് കടന്നു ചെന്ന് കടിച്ചു വീഴ്ത്തുകയായിരുന്നു. 3 നായകൾ കുട്ടിയെ കടിച്ചു കീറി. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ആൾക്ക് ഉയരമുള്ള മതിൽ ചാടിക്കടന്നെത്താൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ ഓടിയെത്തിയതുകൊണ്ടാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി കണ്ണൂർ ചാലിയയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 11കാരനായ നിഹാൽ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് അതേ പഞ്ചായത്തിൽ മറ്റൊരു കുട്ടിയുടെ ജീവൻ കൂടി അപകടത്തിലായത്. മനുഷ്യജീവന് ഭീഷണിയായ നായശല്യത്തിൽ നിയമപരമായി നടപടിയെടുക്കാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ നാട്ടുകാർ സംഘടിക്കുമെന്ന് മുഴുപ്പിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജേഷ് ന്യൂസ് 18 പറഞ്ഞു. തീർച്ചയായും നിയമം അനുകൂലമാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ എന്ന നിലയിൽ തെരുവിൽ അക്രമാരികളായ നായ്ക്കളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ കൂട്ടി പോകുന്നത്. അതിനിടെ അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. നിഹാൽ നൌഷാദിന്റെ മരണവും വ്യാപകമായ ആക്രമണവും ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. ന്യൂസ് 18 കണ്ണൂർ.
രഞ്ജിത്ത്, ഇത്രയും ദൃശ്യങ്ങൾ നമുക്ക് വളരെ മനസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദൃശ്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ആ കുട്ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോഴും അധികാരികൾ കുറെ നേരം ആരും കാണാതെ അതിനെ ഇങ്ങനെ നായ്കൾ കടിക്കുകയായിരുന്നു. പിന്നീട് ഒരു ആൾ മതിൽ ആടി രക്ഷിക്കാൻ ശ്രമിക്കുന്നത് കാഴ്ചയും അദ്ദേഹത്തിന് അത്രയും പൊക്കമുള്ള മതിലായതുകൊണ്ട് അകത്തേക്ക് എത്താനും കഴിഞ്ഞില്ല. എന്തായാലും ആര് കണ്ടാലും അവരെ അത്രത്തോളം മനസ്സിനെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ കൊല്ലം കോർപ്പറേഷൻ പരിധിയിലും ഇത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. ചാത്തനാംകുളം കരിക്കോട് മേഖലയിൽ നായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ചാത്തനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിൽ, കരിക്കോട് സ്വദേശി ചന്തു, സനൽ, താജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കിളിയല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ചന്തുവിനെയും സനലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചാത്തനാംകുളം പ്രദേശത്തും സ്കൂളിന്റെ പരിസരങ്ങളിലും ചന്ദനത്തോപ്പ്, കരിക്കോട് ഭാഗങ്ങളിലും നായ്ക്കളുടെ അഴിഞ്ഞാട്ടമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികൾ കൂട്ടമായി സ്കൂൾ വിട്ടുവരുന്ന സമയത്താണ് ഇങ്ങനെ നായ പെട്ടെന്ന് ചാടി വന്ന് ഈ ഒരു കുട്ടിയെ ആക്രമിച്ച് താഴെയിടുന്നത്. പിന്നീട് കുട്ടികൾ ഭയചകിതരായി മറ്റുള്ളവർ ഓടുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നായ ഒരാളെ ആക്രമിച്ച ശേഷം കുട്ടികൾ ഓടി മാറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തുടനീളം സംഭവിക്കുന്ന കാര്യമെന്നുള്ളതാണ്. ടൂറിസം കേന്ദ്രമായ മൂന്നാറിലും തെരുവ് നായകൾക്കൊട്ടും കുറവില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്കും കാൽനട യാത്രികർക്കും ഭീഷണിയാവുകയാണ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ്ക്കൾ. മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്ന തെരുവ് നായ്ക്കൾ വലിയ ഭീഷണിയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവ ടൗണിൽ അലഞ്ഞു തിരികെയാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ നായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവാണ്. மூணாறுல நீங்க பாருங்க தெருநாய் எவ்வளவு நாய் கிடக்கும் தெரியுமா? நாயினால வண்டி ஓட்ட முடியல, மக்களுக்கு பாதுகாப்பு கிடையாது. பஞ்சாயத்துல சொன்னாலும் ஒன்றும் செய்ய முடியாதுங்கிறாங்க. இதுக்கு என்னமா ஏதாச்சும் மீடியாலனால ஒரு நடவடிக்கை எடுத்து இந்த தெருநாய்கள்லாம் ஒழிக்கிறதுக்கு ஒரு இது பண்ணுங்க. டவுன்லயும் நடந்து போறதுக்குள்ள பெரிய கஷ்டமா இருக்கு. நாய் பெரிய சல்லியம். ரெண்டாவது எல்லாம் சீப்புள்ள நாய்களா இருக்கு. பாக்குறதுக்கு எங்களுக்கே நமக்கு பயமா இருக்கு. കാൽനട യാത്രികർക്ക് നേരെയും തെരുവുനായുടെ ആക്രമണം പതിവാണ്. വിവിധ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും കൂട്ടത്തോടെ തമ്പടിക്കുകയാണ് ഇവ. വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. വിനോദസഞ്ചാരികളും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് അയിലൂർ പുഞ്ചേരിയിൽ കണ്ടെത്തിയ പുലിയെ കൂട്ടിലേക്ക് മാറ്റി. അവശ്യനിലയിൽ കണ്ടെത്തിയ പുലിയെ ദ്രുതകർമ്മ സേനയുടെയും വെറ്റിനറി ഡോക്ടറുടെയും സഹായത്തോടെയാണ് മാറ്റിയത്. റബ്ബർ തോട്ടത്തിൽ പുലർച്ചെ കണ്ടെത്തിയ പുലിയെ മാറ്റിയത് 12 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. നമുക്കിനി പത്രം 18ലേക്ക് പോകണം അല്ലേ? മനു ഭരത് പത്രം 18നുമായി തയ്യാറാണ്. മനു, എന്തൊക്കെയാണ് പത്രങ്ങളിൽ പ്രധാനമായും വായനക്കാർക്കായി ഒരുക്കിയ വാർത്തകൾ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് അശ്വതി. ഈ പത്രങ്ങളിലൊക്കെ ഇന്ന് വളരെ പ്രധാനമായി വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സർട്ടിഫിക്കറ്റ് വിവാദമാണ്. SFI നേതാവിൻ്റെ പ്രതികരണം, പിന്നീടുള്ള മലക്കം മർച്ചൽ, ഇതെല്ലാം സവിസ്തരം പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെ സുധാകരനെതിരായി നേരത്തെ MV ഗോവിന്ദൻ മാഷ് നടത്തിയ വിവാദ പരാമർശവും അതിനുള്ള പ്രതികരണങ്ങളുമൊക്കെ പത്രങ്ങൾ സവിസ്തരം നൽകിയിട്ടുണ്ട്. ഏതായാലും നോക്കാം പത്രം 18ൽ എന്തുണ്ടെന്ന്. ഇന്നത്തെ പത്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കാദ്യം കേരള കൗമുദി നോക്കാം. കേരള കൗമുദി വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് ഈ SFI നേതാവിൻ്റെ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയെ സംബന്ധിച്ചാണ്. മാനം കെട്ട് കേരള ഉന്നത വിദ്യാഭ്യാസ രംഗം ആണ് കേരള കൗമുദി ഇതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഈ തലക്കെട്ട് വളരെ കൃത്യമാണ് എന്ന് പറയാം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു മികച്ച വിദ്യാഭ്യാസ മാതൃകയുള്ള സ്ഥലം എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ് നിലനിൽക്കുന്നത്. പുറത്ത് ചെല്ലുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചവർക്ക് കുറേ കൂടി ഒരു പ്രാധാന്യം കിട്ടുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആ കേരളത്തിന് മാനക്കേട് വരുത്തുന്ന തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് കേരള കൗമുദി വ്യക്തമാക്കുന്നു. SFIയുടെ തട്ടിപ്പ് ഒന്നിനു പുറകെ എന്ന് ഒരു ചെറിയ തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ബിരുദമില്ലാത്ത നേതാവിന് M.Com പ്രവേശനം, നിഖിൽ പഠിച്ചിട്ടില്ലെന്ന് കലിംഗ യൂണിവേഴ്സിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തകൾ നൽകുന്നു. രേഖകളിൽ ഇങ്ങനെ എന്ന ഒരു ചെറിയ കോളം നൽകിക്കൊണ്ട് 2017 MSM കോളേജിൽ BComന് അഡ്മിഷൻ എടുക്കുന്നു.
2019 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, തുടർന്ന് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു. തുടർന്ന് 2020 പഠനം പൂർത്തിയാക്കി TC വാങ്ങിയില്ല, പക്ഷേ പരീക്ഷ വിജയിച്ചിട്ടില്ല. വ്യാജ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് 2017 കലിംഗയിൽ ബിരുദ പഠനത്തിന് ചേർന്നുവെന്നാണ്. 2020 ഈ വിദ്യാർത്ഥി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ടും ഉണ്ട് എന്ന് ആ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാകുന്നു എന്ന് കേരള കൗമുദി പറയുന്നു. അപ്പോൾ ഇവിടെ തോറ്റയാൽ അവിടെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുമായാണ് വന്നെത്തിയിട്ടുള്ളത്. നിഖിലിൻ്റേത് വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലെന്നും പരീക്ഷ എഴുതി പാസ്സായതാണെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇന്നലെ രാവിലെ പറഞ്ഞു എന്നും, എന്നാൽ കേരളയിലെ 75% ഹാജരുള്ളയാൾ അതേ കാലത്ത് എങ്ങനെ കലിംഗയിൽ കോഴ്സ് പഠിച്ച് വിജയിച്ചെന്നും ഇത് വ്യാജ സർട്ടിഫിക്കറ്റാണോ എന്ന് പരിശോധിക്കണമെന്നും സർവകലാശാലയുടെ VC തുറന്നടിച്ചതോടെ SFIയുടെ വാദങ്ങൾ പൊളിഞ്ഞു എന്നും കേരള കൗമുദി എഴുതുന്നു. ഒപ്പം തന്നെ ഈ ആലപ്പുഴയിലെ വിഭാഗീയത ഇന്ന് പത്രങ്ങൾക്ക് വലിയ ഒരു വാർത്തയാണ്. അവിടെ ഈ PP ചിത്തരഞ്ജനെ തരംതാഴ്ത്തിയതിനെ സംബന്ധിച്ചും അതുപോലെ ഷാനവാസിനെ പുറത്താക്കിയതും ആലപ്പുഴയിൽ CPMലെ ഈ നടപടി വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ചിത്തരഞ്ജൻ ഉൾപ്പെടെ 40 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഷാനവാസിനെ പുറത്താക്കിയത് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടൊരു വിവാദം ആലപ്പുഴയിൽ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഷാനവാസിന് ഈ നടപടി നേരിടേണ്ടി വന്നത്. 3 ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഭാഗീയത നേരത്തെ രാമകൃഷ്ണൻ കമ്മീഷൻ അന്വേഷിക്കുകയും അതിൽ നിരവധി പേർക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് നടപടികൾ വരും എന്നും വ്യക്തമായിരുന്നു. MV ഗോവിന്ദൻ മാഷ് ഈ സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി ഈ പാർട്ടിക്കകത്ത് തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയിൽ അനഭിമതമായ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അദ്ദേഹം നടപ്പിൽ വരുത്തുകയാണ് എന്ന ഒരു സൂചന കൂടി ഈ വാർത്തകൾ നൽകുന്നു. പക്ഷേ അതേസമയം ഇത് PP ചിത്തരഞ്ജനും സജി ചെറിയാനും 2 വിഭാഗങ്ങളായി തമ്മിൽ മത്സരിക്കുകയാണെന്നും അതിൽ സജി ചെറിയാനും മേൽക്കൈ കിട്ടി എന്നും ഒക്കെ തരത്തിലുള്ള വിമർശനങ്ങളും വേറെ വഴിയിൽ വരുന്നുമുണ്ട്. ഏതായാലും കേരള കൗമുദി ഈ വാർത്ത ആലപ്പുഴയിലെ വിഭാഗീയത എന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. CPMലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ ആലപ്പുഴയിൽ കൂട്ടനടപടി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 40 പേരെ തരം താഴ്ത്തി. 3 ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ആലപ്പുഴ നഗരസഭാ കൗൺസിലർ ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ വാർത്ത കേരള കൗമുദി സവിസ്തരം നൽകിയിരിക്കുന്നു. ഈ കേരള കൗമുദിയുടെ ഒരു പ്രധാന വാർത്തയായി ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ നേട്ടമാണ്. സഞ്ജയ് P. മല്ലർ ആണ് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ആഷിഖ് ബെന്നിക്ക് 2ാം സ്ഥാനം, അതുപോലെ ഫ്രെഡി ജോർജ് റൂബിൻ 3ാം സ്ഥാനം എത്തിയിരിക്കുന്നു. ചേതന SJ SC വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയിരിക്കുന്നു. ഏതൻ ST വിഭാഗത്തിലും 1ാം റാങ്ക് നേടിയിരിക്കുന്നു. അപ്പോൾ ജൂലൈ 1 മുതൽ അലോട്ട്മെൻറ്റ് ആരംഭിക്കും. സാങ്കേതിക സർവകലാശാലയുടെ 142 കോളേജുകളിലായി 49,903 സീറ്റുകളുണ്ട്. അലോട്ട്മെൻറ്റ് നടപടികൾ ജൂലൈ 1 തുടങ്ങും. ആർക്കിടെക്ചർ, ഫാർമസി റാങ്ക് ലിസ്റ്റുകൾ ഈ മാസം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് കോളേജിലെയും കോഴ്സുകളെയും സംബന്ധിച്ച് സംശയ നിവാരണത്തിന് ഹെൽപ്പ് ഡെസ്ക് പൂജപ്പുര BLS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തനം തുടങ്ങി. ഇത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ അടുത്ത വർഷം ഓൺലൈനായി ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അത് പരിഗണിക്കുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം നടപടിയെടുക്കും എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കേരള കൗമുദി നൽകിയിട്ടുണ്ട്. മംഗളത്തിലേക്ക് വരുമ്പോഴും മംഗളം വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് ഇന്നലെ മുഴപ്പിലങ്ങാട് ഈ കുട്ടിയെ തെരുവ് നായി ആക്രമിച്ചതാണ്. 3ാം ക്ലാസ്സുകാരിയായ ജാൻവിക്കാണ് ഈ ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. പെട്ടെന്ന് തന്നെ ആ കുട്ടി കരഞ്ഞ് നിലവിളിച്ചതുകൊണ്ട് ആ ആളുകൾ ഓടിയെത്തിയാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. നേരത്തെ നമുക്കറിയാം മുഴപ്പിലങ്ങാട് മറ്റൊരു 11 വയസ്സുകാരൻ നായുടെ കടിയേറ്റ് മരിച്ച് അതിൻ്റെ വേദന ഉണങ്ങുന്നതിന് മുന്നെയാണ്, അല്ലെങ്കിൽ ആ കണ്ണീര് ഉണങ്ങുന്നതിന് മുന്നെയാണ് മറ്റൊരു വാർത്ത കൂടി അവിടെ നിന്ന് വരുന്നത്. ഏതായാലും ഇതിനെതിരെ ജനങ്ങളുടെ പ്രതിരോധം ശക്തമാകും എന്ന സൂചനകളും അവിടെ നിന്ന് വരുന്നുണ്ട്. മംഗളം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകുന്നു. മുഴപ്പിലങ്ങാട് വീണ്ടും തെരുവുനായ ആക്രമണം. 3ാം ക്ലാസ്സുകാരി ജാൻവിക്ക് നേരെയാണ് തെരുവുനായകളുടെ ആക്രമണം. കയ്യിലും കാലിലും നിരവധി പരുക്കുള്ള നിലയിൽ കുട്ടിയെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പം തന്നെ ഈ പടം കുട്ടിയെ നായ്ക്കൾ കടിച്ചു വലിക്കുന്നതിൻ്റെ ആ ക്രൂര ദൃശ്യം കൂടി മംഗളം നൽകിയിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് 3ാം ക്ലാസ്സുകാരി ജാൻവിക്ക് നേരെ തെരുവുനായകൾ ആക്രമണം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് അത് പകർത്തിയതെന്ന് മംഗളം പറയുന്നു. കുട്ടിയെ രക്ഷിച്ച സ്ത്രീ കുഞ്ഞിനെ കയ്യിലെടുത്ത് പോകുന്നതും
നമുക്ക് കാണാം. മലയാള മനോരമയ്ക്ക് ഇന്ന് വലിയൊരു ആഘോഷ ദിനമാണ് എന്ന് തോന്നുന്നു. കാരണം ഈ വാർത്ത, നിഖിൽ തോമസിനെ സംബന്ധിക്കുന്ന വാർത്ത, അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മലയാള മനോരമ പത്രം ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. SFI നേതാവ് നിഖിലിന് സസ്പെൻഷൻ ഉറപ്പിച്ചു, വ്യാജ ബിരുദം എന്ന തലക്കെട്ട് നൽകുന്നു. അപ്പോൾ കരിങ്ക സർവകലാശാല രേഖകൾ വ്യാജമെന്ന് രജിസ്ട്രാറും കേരള VCയും കോളേജ് പ്രിൻസിപ്പാളും പറഞ്ഞതായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. MSM കോളേജിൻ്റേത് ഗുരുതര വീഴ്ചയെന്ന് കഴിഞ്ഞ ദിവസം VC പറഞ്ഞിരുന്നു. അതും മലയാള മനോരമ വാർത്തയാക്കിയിട്ടുണ്ട്. നിഖിലിൻ്റേത് ക്രിമിനൽ കുറ്റമാണെന്നും നടപടി വരുമെന്നും മലയാള മനോരമ പറയുന്നു. നിഖിൽ 2017 മുതൽ 3 വർഷം MSM കോളേജിൽ BCom വിദ്യാർത്ഥിയായിരുന്നു. മുഴുവൻ പരീക്ഷയും എഴുതിയെന്നും തോറ്റെന്നും പരീക്ഷാ കൺട്രോൾ തന്ന രേഖകൾ വ്യക്തമാക്കുന്നു. ഇതേ കാലയളവിൽ കലിംഗയിൽ റെഗുലർ കോഴ്സ് പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചെന്നാണ് നിഖിൽ PG പ്രവേശനത്തിന് നൽകിയ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് വ്യക്തമാകുന്നത്. ഒരു സമയം 2 ഇടത്ത് പഠിക്കുന്നത് എങ്ങനെ റായ്പൂരിൽ നിന്ന് കായംകുളത്തിലേക്ക് വിമാനമില്ലല്ലോ എന്നാണ് കേരള സർവകലാശാലയുടെ VC മോഹൻ കുന്നുമേൽ ചോദിക്കുന്നത്. അത് മലയാള മനോരമ സവിസ്തരം നൽകിയിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഈ മൂല്യച്യുതിയിലേക്കും അതുപോലെ ക്രമക്കേടുകളിലേക്കുമൊക്കെ വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം. അതുപോലെ ഈ മലക്കം മറിഞ്ഞ് വശം കെട്ടി SFI എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി മനോരമ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. കാരണം രാവിലെ ഈ SFI നേതാവ് ആർഷോ നിഖിലിൻ്റേത് കലിംഗ സർവകലാശാലയിലെ ഒറിജിനൽ ബിരുദമാണ്, മാർക്ക് ലിസ്റ്റുകളൊക്കെ പരിശോധിച്ചു, തങ്ങൾക്കത് ബോധ്യപ്പെട്ടു എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് വൈസ് ചാൻസലറും മറ്റുള്ളവരും ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളുമായി പുറത്തു വന്നതോടുകൂടി വൈകുന്നേരമായപ്പോൾ ഈ കാര്യങ്ങൾ മാറിപ്പറയേണ്ടി വന്നു. അതായത് നിഖിലിന് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല എന്ന് വൈകുന്നേരം ആർഷോ പറയുന്നു. SFIക്ക് പരിശോധിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് VC പറഞ്ഞത്. അന്വേഷണം നടക്കണം. കലിംഗ സർവകലാശാല അന്വേഷിച്ചു പോയി രജിസ്ട്രാർ ചെയ്ത അത് പരീക്ഷ എഴുതി പോരാനുള്ള കഴിവ് +2 കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിൽ നിഖിലിന് ഉണ്ടായില്ലല്ലോ എന്നൊക്കെ അതിനെ മാറ്റി പറയുന്ന ഒരു രീതിയും പിന്നീട് നമുക്ക് SFI നേതാവിൽ കാണാൻ കഴിയും. മലയാള മനോരമയുടെ മറ്റൊരു പ്രധാന വാർത്ത അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇനി പത്രവാർത്തയും അനിവാര്യം. ഈ പരീക്ഷകളിൽ തുടർ മൂല്യ നിർണ്ണയത്തിന് നൽകുന്ന 20% മാർക്കിൽ പകുതി പത്രപുസ്തക വായനയിലെ മികവ് പരിഗണിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ശിവൻകുട്ടി അറിയിച്ചതാണ് മനോരമ വലിയ വാർത്തയായി നൽകുന്നത്. അപ്പോൾ ഇനി പാഠ്യേതര വിഷയങ്ങളിലുള്ള വായന കൂടി SLC പരീക്ഷയിൽ അത് വളരെ പ്രാധാന്യം വരും എന്നാണ് പറയുന്നത്. സാമൂഹ്യ ബോധവും അറിവും നേടാനും ഒക്കെ അത്തരം നീക്കങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യം എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസങ്ങളിൽ പഠിക്കുന്നവർക്ക് പത്ര വായനയിലൂടെ ഗ്രേസ് മാർക്ക് നേടാനുള്ളൊരു വഴിയുമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വാർത്താ വായന മത്സരത്തിലൂടെയാണ് ഇത് കഴിയുന്നത്. ഇതിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് 20, 17, 14 മാർക്കുകൾ ഗ്രേസ് മാർക്കായി ലഭിക്കും എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാർക്ക് പത്രം വായിക്കുന്നതിലൂടെ ഇനി മാർക്ക് നേടാം എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മലയാള മനോരമ ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും എന്ന K. സുധാകരൻ്റെ പ്രസ്താവന വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടാണ് UDF ഇന്നലെ രംഗത്തെത്തിയത്. KC വേണുഗോപാലും VD സതീശനും അതുപോലെ KPCC അധ്യക്ഷനുമൊക്കെ ഒരേ സ്വരത്തിൽ MV ഗോവിന്ദനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന വാക്കുകളാണ് നമുക്ക് ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞത്. അതൊക്കെ ഇന്ന് പത്രങ്ങളിൽ വളരെ കാര്യമായി വന്നിട്ടുണ്ട്. മോൻസൺ മാവുങ്കൽ കേസിലെ പരാതിക്കാരിയെ അറിയില്ലെന്നും പോക്സോ കേസ് സംബന്ധിച്ച് തനിക്കെതിരെ പരാമർശം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും എന്നും K. സുധാകരൻ MP പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സുധാകരനെതിരെ മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ഭീഷണിപ്പെടുത്തിയെന്ന് മോൻസൺ മാവുങ്കൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് K. സുധാകരനെതിരെ മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയതായി വ്യാജ പുരാവസ്തു കേസ് പ്രതി മോൻസൺ മാവുങ്കൽ ആരോപിച്ചു. മൊഴി നൽകിയില്ലെങ്കിൽ ഭാര്യയും മക്കളും അനുഭവിക്കും എന്നാണ് ഭീഷണി. ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കുറ്റത്തിന് ജീവിതാവസാനം വരെ കഠിന നടപടിന് വിധിക്കപ്പെട്ട ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകും വഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് മോൻസൺ വിചാരണ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതേ അതിജീവിതയെ പ്രായപൂർത്തിയായ ശേഷം പീഡിപ്പിച്ച കേസെന്നും മറ്റൊരു ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിലും പരിഗണിക്കുന്നതിനായി ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരായപ്പോഴായിരുന്നു മോൻസൺ ആരോപണം ഉന്നയിച്ചത് എന്നും പത്രം പറയുന്നു. മാതൃഭൂമിയും ഈ ആർഷോ
യുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന തരത്തിൽ SFI രാവിലെയും വൈകുന്നേരവും നടത്തിയ 2 മാധ്യമ പ്രതികരണങ്ങളിലെ മലക്കം മറിച്ചിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. അടിയിൽ നിഖിലിൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് അതും വ്യാജം എന്ന തരത്തിൽ. അപ്പോൾ കേരളയിൽ പഠിച്ച് തോറ്റതെന്ന് VC, കലിംഗയിൽ പഠിച്ചിട്ടില്ലെന്ന് രജിസ്ട്രാർ എന്ന തരത്തിൽ വാർത്ത നൽകിയിരിക്കുന്നു. MSM കോളേജിൽ പഠിച്ച നിഖിൽ അതേ കോളേജിൽ തന്നെ MCOMന് ചേർന്നിട്ടും അധ്യാപകർക്കുൾപ്പെടെ സംശയമായില്ല എന്നതിൽ ദുരൂഹതയുണ്ട്. ആദ്യ സെമസ്റ്ററിൽ എല്ലാ പേപ്പറിലും വിജയിച്ച നിഖിൽ പിന്നീടുള്ള സെമസ്റ്ററിൽ പല പേപ്പറുകളിലും തോറ്റു. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാതെ തോറ്റ വിദ്യാർത്ഥിയാണെന്ന് കണ്ടെത്താതെയും MCOMന് പ്രവേശനം നൽകിയത് വഴി കോളേജ് ഗുരുതര വീഴ്ച വരുത്തി. ഇത് സംബന്ധിച്ച് കോളേജിന് സർവകലാശാല നോട്ടീസ് നൽകും. പ്രിൻസിപ്പൽ നേരിട്ടെത്തി വിശദീകരണം നൽകേണ്ടി വരുമെന്ന് VC പറഞ്ഞു. വിദ്യാർത്ഥിക്ക് പറയാനുള്ളതും കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നടപടിക്രമങ്ങളുടെ ഭാഗമായി കലിംഗ സർവകലാശാലയ്ക്ക് കത്തയക്കുമെന്നും VC മോഹൻ കുന്നുമൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാതൃഭൂമി വളരെ സവിസ്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരള സെമസ്റ്ററിൽ പരീക്ഷ എഴുതിയതിൻ്റെ തീയതികളും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. നിഖിലിൻ്റെ കലിംഗ ബിരുദ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്നായിരുന്നു രാവിലെ ആർഷ പറഞ്ഞത്. എന്നാൽ വൈകുന്നേരമായപ്പോൾ നിഖിലിനെ നേരിട്ട് കണ്ടില്ല, പരിശോധിച്ചത് കലിംഗ സർവകലാശാല നൽകിയ സർട്ടിഫിക്കറ്റാണ് എന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞ് മാറുകയും ചെയ്തു. മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത, കേരളത്തിൽ 10,000 കോടി രൂപയുടെ ഹവാല പണം ഉണ്ട് അല്ലെങ്കിൽ ഇടപാടുണ്ട് എന്നത് ആണ്. ഇത് ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടന്നതെന്നാണ്. അപ്പോൾ കേരളത്തിൽ 25-ലധികം വൻകിട ഹവാല ഓപ്പറേറ്റർമാർ ഉണ്ട് എന്നാണ് മാതൃഭൂമി പറയുന്നത്. കേരളത്തിൽ വൻ തോതിൽ ഹവാല ഇടപാട് നടക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് കൊല്ലം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്, 15ഇടങ്ങളിൽ ED ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയുമടക്കം 150 പേരടങ്ങുന്ന സംഘം രാത്രി വൈകിയും റെയ്ഡ് നടത്തി. 10,000 കോടി രൂപയുടെ ഹവാല ഇടപാട് കേരളം കേന്ദ്രീകരിച്ച് അടുത്ത കാലത്തായി നടന്നെന്നാണ് ED 3 വർഷമായി നടത്തിയ രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തിയത്. വൻതോതിൽ ഹവാല ഇടപാട് നടത്തുന്ന 25 അധികം ഓപ്പറേറ്റർമാർ കേരളത്തിലുണ്ട്. അപ്പോൾ കേരളം ഒരു ഹവാല ഹബ്ബായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വാർത്തയിൽ നിന്ന് അനുമാനിക്കാം. CPI നേതാക്കൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് ജനയുഗം ഒരു ഫോട്ടോ സഹിതം നൽകുന്നത്. അപ്പോൾ ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CPI ജനറൽ സെക്രട്ടറി D രാജയാണ് മറ്റ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K നാരായണൻ, അതുപോലെ ബാലചന്ദ്ര കാങ്കെ, മുൻ MP ഭുവനേശ്വർ പ്രസാദ് മേത്ത എന്നിവർക്കൊപ്പം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറേനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ മതേതര ജനാധിപത്യ ഇടതു പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രാജ്യത്ത് ഇനി തെരഞ്ഞെടുപ്പിന് മുൻനിർത്തി വരാനിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച വളരെ പ്രസക്തമാകുന്നത്. അതിൻ്റെ ഒരു മനോഹരമായ പടവും ജനയുഗം നൽകിയിട്ടുണ്ട്. വീക്ഷണം ഇന്ന് പ്രധാനമായും തന്നെയാണ്. സൂപ്പർ DGP കളിക്കേണ്ട എന്ന VD സതീശിൻ്റെ വാക്കുകൾ ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ദേശാഭിമാനിക്കും MV ഗോവിന്ദനുമെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന ആരോപണവും ഉണ്ട്. ഏതായാലും വീക്ഷണം പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. പേരിലെങ്കിലും ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയുള്ളപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആഭ്യന്തരമന്ത്രി ചമയുകയും സൂപ്പർ DGP കളിക്കുകയും വേണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തത് MV ഗോവിന്ദനോടാണോ? പോലീസിന് നൽകിയ മൊഴിയിലോ മജിസ്ട്രേറ്റിന് കൊടുത്ത 164 മൊഴിയിലോ പെൺകുട്ടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. പ്രധാനമന്ത്രിയുടെ US സന്ദർശനം ആരംഭിക്കുകയാണ്. അതിനായി അദ്ദേഹം ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. നാളെയാണ് സന്ദർശനം തുടങ്ങുന്നത്. അത് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. ഡിസ്ക്രൈബിംഗ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി's visit to the US this week as a milestone in India-US relation, Foreign Secretary Vinay Kwatra said a roadmap for defense industrial cooperation will be focused on co-production and on ensuring the industrial ecosystem here engages intensely with the US will be among the key outcomes of what will be Modi's first state visit to the country and his 7th as PM. അപ്പോൾ 7ാമത് തവണ അമേരിക്കയിലെത്തുന്ന നരേന്ദ്രമോദി അമേരിക്കയുമായുള്ള ഈ ചർച്ചകളിൽ നമുക്ക് രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടാകും? ഏതായാലും ഈ ഡിഫൻസ് മേഖലയിൽ, ഒരു പ്രതിരോധ മേഖലയിൽ ഒരു വലിയ കൂട്ട് ഉണ്ടാകും എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ ബഹിരാകാശ പരിവേഷണത്തിലും ഗവേഷണത്തിലുമൊക്കെ ഇന്ത്യ US ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള
നീക്കവും ഈ സന്ദർശനം വഴി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഈജിപ്ത് വഴി വരും. During his visit to Egypt on the way back from the United States, Prime Minister Narendra Modi will visit the Al Hakim Mosque in Old Cairo, which was recently restored by Dawoodi Bohra community, the government said on Monday എന്ന വാർത്തയും ദ ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത. മറ്റ് വാർത്തകളും ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്നുള്ള വിഭാഗീയതയെ സംബന്ധിച്ചും അങ്ങനെ ഒട്ടനവധി വാർത്തകൾ പൊതുരംഗത്തുണ്ട്. അതൊക്കെ നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിനായി നമുക്ക് രഞ്ജിത്തിലേക്കും അശ്വതിയിലേക്കും പോകാം. താങ്ക് യു രഞ്ജിത്ത് ആൻഡ് താങ്ക് യു അശ്വതി. താങ്ക് യു മനു. മനു, പത്രം വായിക്കുമ്പോൾ കുറേ പേര് യൂട്യൂബിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഇന്ന് സ്കൂളുണ്ടോ എന്ന്. സുജ വർഗീസ്, സുൽഫി സുധീർ എന്നിവർ ചോദിക്കുന്നുണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ KSUവിന്റെ പഠിപ്പ് മുടക്ക് കാരണമാണ്. പക്ഷെ അത് കോളേജുകളിൽ മാത്രമാണ് ഇന്ന് പഠിപ്പ് മുടക്കുള്ളത്. സ്കൂളുകൾക്ക് ഇന്ന് പതിവ് പോലെ പ്രവൃത്തി ദിവസമായിരിക്കും. KSUകാർ എന്തായാലും സ്കൂളുകളിലേക്ക് വരില്ല. അത് സംസ്ഥാന കമ്മിറ്റി അത് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ക്ലാസ്സിൽ പോകാനുള്ള ഒരുക്കങ്ങൾ സ്കൂൾ കുട്ടികൾ നടത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക്. പിന്നോക്ക വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കോഴിക്കോട് നിന്ന്. പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന കോഴിക്കോട് പേരാമ്പ്ര വെൽഫെയർ സ്കൂളിൽ ഇത്തവണ എത്തിയത് 2 കുട്ടികൾ മാത്രം. പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റ് വിഭാഗങ്ങളിലെ കുട്ടികൾ പ്രവേശനം തേടാറില്ല. പേരാമ്പ്ര വെൽഫെയർ LP സ്കൂളിൽ ആകെയുള്ള കുട്ടികൾ 6 പേർ, അധ്യാപകർ 4. എല്ലാ കുട്ടികളും പറയ സമുദായത്തിൽ നിന്നുള്ളവർ. ജാതിയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഇതര സമുദായത്തിൽ നിന്നുള്ള കുട്ടികൾ കുറച്ചു വർഷങ്ങളായി വരാറില്ല. വന്നാൽ തന്നെ ഇതര സമുദായത്തിൻ്റെ തിട്ടൂരം ഭയന്ന് തിരിച്ചു പോവുകയാണ് പതിവ്. ഇവിടെ പ്രശ്നം ജാതി തന്നെയാണ്, അതിന്മേലുള്ള ഐത്തവും. ഈ വർഷം 1-ാം തരത്തിൽ ആകെ എത്തിയത് പറയ സമുദായത്തിൽപ്പെട്ട 2 കുട്ടികൾ മാത്രം. പറയരെ സ്കൂള് എന്ന് പറഞ്ഞ് എല്ലാ മതങ്ങളിലെയും വരേണ്യ വിഭാഗം മാറ്റി നിർത്തിയതാണ് ഇക്കൂട്ടരെ. ചേർമല സാംഭവ കോളനിയിലെ കുട്ടികളാണ് ഇവിടെയുള്ളവരെല്ലാം. മാഷ്മാരൊക്കെ അന്യജാതിക്കാരെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നു കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ, എന്നിട്ടും പറഞ്ഞയക്കുന്നില്ല. ഇപ്പം പഠിപ്പിക്കുന്ന മാഷ്മാരെല്ലാം ഇവരൊക്കെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ച് പറഞ്ഞാക്കാന്ന് പറഞ്ഞ് എന്നിട്ടും പറഞ്ഞാക്കുന്നില്ല. പിന്നെ ഞാളെന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് കുട്ടികളില്ലാതെ ഞങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ കുട്ടിക്ക് കൊണ്ടുവരണം, ഞങ്ങളെ കൂടെ വരുമോ? സ്കൂളിന് ചുറ്റുമുള്ളവരുടെ എല്ലാം കുട്ടികൾ മറ്റു സ്കൂളുകളിലാണ് പഠിക്കുന്നത്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ 22ഓളം കുട്ടികളുണ്ട് എന്നുള്ളത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലെന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം തോന്നാവുന്നതാണ്. ഐത്തം ഭേദിച്ച് മുന്നേറാൻ വിദ്യാഭ്യാസം തന്നെയാണ് അധകൃതരായ ഈ മനുഷ്യർ ആയുധമാക്കേണ്ടത്. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഐത്തം കൽപ്പിച്ച് എന്തിനാണ് ഈ കുരുന്നുകളെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്? ഇനിയും ഒരുപാട് കൂട്ടുകാർ ഈ സ്കൂളിൽ വരണം, ഈ കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിക്കുകയും വേണം. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. വിനേഷ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഈ ദൃശ്യങ്ങൾ, ഈ കാഴ്ച കണ്ടപ്പോൾ വലിയ വേദന തോന്നുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, അവരെ ആ ചെറുപ്പത്തിലെ തന്നെ ഇത്തരത്തിലൊരു ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾ നമ്മൾ തന്നെ തീർത്തു കൊടുക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ്. മലയാളി ഇനിയും മാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളല്ലേ ഇത്? തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ സ്കൂൾ സ്ഥാപിച്ചത് KG അടിയോടി മന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അന്ന് ഈ വെൽഫെയർ സ്കൂൾ, അതായത് പേരാമ്പ്ര വെൽഫെയർ സ്കൂളിൽ അതിനുശേഷം നിരവധി ആളുകൾ പഠിച്ചിറങ്ങിയതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വലിയ തോതിൽ ഇത് സ്കൂളിനെ ഐത്തം കൽപ്പിച്ച ഒരു വിഭാഗം മാറ്റി നിർത്തുന്നുണ്ട്. പറയരുടെ സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഇതിനെ പറയുന്നത്. അത് ഈ അടുത്ത കാലത്ത് ഒരു 4-5 വർഷത്തിനിപ്പുറമാണ് ഈ ഒരു ജാതീയപരമായും അല്ലെങ്കിൽ ഒരു ഐത്തം കൽപ്പിച്ചും ഈ സ്കൂളിനെ മാറ്റി നിർത്താൻ തുടങ്ങിയത്. ഇത്തവണ വെറും 2 കുട്ടികൾ മാത്രമാണ് ഈ സ്കൂളിൽ എത്തിയിട്ടുള്ളത് 1-ാം ക്ലാസ്സിലേക്ക്. 3-ാം തരം വരെയുള്ള LP സ്കൂളിൽ
6 കുട്ടികളാണ് ആകെ പഠിക്കുന്നത്. ആ 6 പേരും ഈ പറയ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ വരാത്ത എന്നാണ് ഈ കോളനിവാസികൾ ഉൾപ്പെടെ പറയുന്നത്. സമീപത്തുള്ള കോളനിയിലുള്ള കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. മറ്റുള്ള വിഭാഗത്തിലെ ആളുകൾ, മറ്റു ഈ പരിസരത്തുള്ള ആളുകൾ ആരും തന്നെ ഈ സ്കൂളിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. 4 അധ്യാപകർ, 6 കുട്ടികൾക്ക് പ്രധാന അധ്യാപിക ഉൾപ്പെടെ 4 അധ്യാപകരാണുള്ളത്. അവരെല്ലാ അധ്യയന വർഷത്തിന്റെയും തുടക്കം മുതൽ തന്നെ വീടുകളിലെല്ലാം തന്നെ പോയി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ രക്ഷിതാക്കൾ ആരും തന്നെ കുട്ടികളെ ഇങ്ങോട്ട് വിടാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഈ ആളുകൾ എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലേക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഇതിനെ പറയരുടെ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സമീപനം ആണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെല്ലാം പലതവണ വന്ന് ഇവിടെ ബോധവൽക്കരണവും മറ്റു പരിപാടികളും എല്ലാം നടത്തിയിരുന്നു. പക്ഷേ ആരും തന്നെ മറ്റുള്ള പൊതുസമൂഹം ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവരുടെ കുട്ടികളെ ഒന്നും തന്നെ ഇങ്ങോട്ട് വിടാൻ തയ്യാറാവുന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ശ്രുതി, ദിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. ഇടുക്കിയിലെ തോട്ടമേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഉടുമ്പൻചോല തമിഴ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ. UP വിഭാഗത്തിന് അംഗീകാരമില്ലാത്തതിനാൽ പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയ നിരവധി വിദ്യാർത്ഥികൾ മേഖലയിലുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാഗ്ദാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയായിരുന്നു ഇവർ. 1999 ഉടുമ്പൻചോലയിൽ തമിഴ് മീഡിയം LP സ്കൂൾ ആരംഭിച്ചത്. 2005 PTA നേതൃത്വത്തിൽ അൺഎയ്ഡഡായി UP വിഭാഗം ആരംഭിച്ചു. 2009 സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തി. UP വിഭാഗത്തിന്റെ അംഗീകാരം പിന്നീട് പരിഗണിക്കാം എന്നായിരുന്നു ഉറപ്പ്. UP വിഭാഗത്തിന് അംഗീകാരമില്ലാത്തത് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. പഠനം ഉപേക്ഷിച്ച് കുട്ടികൾ തൊഴിലിനിറങ്ങുന്നതും കൗമാരപ്രായത്തിൽ പെൺകുട്ടികൾ വിവാഹിതരാകുന്നതിനും ഇടയാക്കി. തുടർന്ന് മന്ത്രി V ശിവൻകുട്ടി വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും DDOയോട് വിവരങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. അടിയന്തരമായി തന്നെ പീരിമേട് BRCയിൽ ജോലി ചെയ്യുന്ന തമിഴ് അധ്യാപികയെ ഇവരുടെ സേവനം ഇവിടെ ലഭ്യമാക്കും. UP വിഭാഗത്തിന് അംഗീകാരം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ അന്ന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. ബ്രിഡ്ജ് സ്കൂളായി ഉയർത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. സ്കൂൾ അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. 2015 മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെടുകയും നടപടി വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് മേഖലയിൽ ഇല്ലാത്തത് ഈ കുട്ടികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം തമിഴ് മീഡിയത്തിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് അവർക്ക് തമിഴ് എടുത്ത് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഹയർ സെക്കൻഡറി മേഖലയിൽ നിലവിൽ ഉണ്ട്. UP വിഭാഗത്തിന് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളിലുണ്ട്. മികച്ച 6 ക്ലാസ് മുറികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. UP വിഭാഗത്തിലെ 3 ക്ലാസുകളിലേക്കും എല്ലാ വിഷയങ്ങളിലുമായി ഒരു അധ്യാപിക മാത്രമാണ് ഉള്ളത്. കുട്ടികളുടെ പഠന നിലവാരത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ പഠനഭാരം മൂലം സ്കൂൾ ഉപേക്ഷിക്കുന്നതിനും ഇത് ഇടയാക്കുന്നു. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷൻ വികസനം യാഥാർത്ഥ്യമാകുന്നു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം. 22 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന്റെയും റെയിൽവേ ബോർഡിന്റെയും കീഴിലുള്ള പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി അംഗങ്ങളാണ് വടകര റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത്. സംഘം സ്റ്റേഷനിലെ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ചു. 22 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് അറിയിച്ചു. നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിലെ സർക്കുലേറ്റിംഗ് ഏരിയ ട്രാഫിക് പാറ്റേൺ മെച്ചപ്പെടുത്തും. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുൻഭാഗം കേരള തനിമയോടെ നിർമ്മിക്കും. റെയിൽവേ കുളം സൗന്ദര്യവൽക്കരിച്ച് കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകും. എയർപോർട്ടിന്റെ മാതൃകയിൽ ഇന്റിഗ്രേറ്റഡ് പാസഞ്ചേഴ്സ് ഇൻഫർമേഷൻ സംവിധാനം, ലൈറ്റ്നിംഗ് ഡിസ്പ്ലേ എന്നിവ ഒരുക്കും. പദ്ധതി 2 ഘട്ടങ്ങളിലായി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും. ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തിയതായിട്ടുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ 22 കോടിയുടെ വികസനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 1ഉം 2ഉം ഘട്ടം ആയിട്ടാണ് വടകര റെയിൽവേ സ്റ്റേഷനിലെ വികസനവും നവീകരണവും നടക്കാൻ വേണ്ടി പോകുന്നത്. PSC അംഗങ്ങൾക്കൊപ്പമാണ് കൃഷ്ണദാസ് സന്ദർശനം നടത്തിയത്. ന്യൂസ് 18 വടകര.
നമ്മൾ ഈ പേരാമ്പ്രയിലെ ആ ഐറ്റം സ്റ്റോറി എയർ ചെയ്തപ്പോൾ ഇപ്പോൾ ഒരുപാട് കമന്റ്സ് നമുക്ക് വരുന്നുണ്ട്. കേരളത്തിലാണോ എന്ന് സദാനന്ദൻ MK എന്ന പ്രേക്ഷകൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഞെട്ടൽ അത് നമുക്ക് അതിശയമുണ്ടാക്കുന്നതല്ല. പക്ഷേ പ്രിയപ്പെട്ട സദാനന്ദ, അത് കേരളത്തിൽ തന്നെയാണ്, നമ്മുടെ കോഴിക്കോടുള്ള പേരാമ്പ്രയിലാണത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള ജാതി മതിലുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം. മറ്റൊരു വാർത്ത, നടൻ പൂജപ്പുര രവി അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ്. 12 മണിക്ക് തിരുവനന്തപുരം ശാന്തി കവാടത്തിലാണ് ചടങ്ങുകൾ. രാവിലെ 9:30 മുതൽ 11 വരെ കേരള ചലച്ചിത്ര അക്കാദമിയുടെയും ഭാരത് ഭവന്റെയും നേതൃത്വത്തിൽ ഭാരത് ഭവന്റെ മണ്ണരങ്ങിൽ പൊതുദർശനത്തിന് വയ്ക്കും. ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കും. ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഞായർ രാവിലെ 11ഓടെയായിരുന്നു പൂജപ്പുര രവിയുടെ അന്ത്യം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ലോകപ്രശസ്ത രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രയാണത്തിൽ 3 രഥങ്ങളാണ് പങ്കെടുക്കുന്നത്. ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര എന്നിവരെ പ്രതിദാനം ചെയ്യുന്നതാണ് 3 രഥങ്ങൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട് മണ്ഡപത്ത് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെ യോഗാഭ്യാസം അവതരിപ്പിച്ചു. വസുദൈവ കുടുംബകം യോഗയിലൂടെ എന്ന വിഷയത്തിലൂന്നിയായിരുന്നു പ്രകടനം. അഞ്ച് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി യാത്ര തിരിച്ചു. 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നത്. ബുധനാഴ്ച അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ബുധനാഴ്ച വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കും. US പ്രസിഡന്റ് ജോ ബൈഡനുമായി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച നടത്തും. 5 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി 24-ന് മോദി ഈജിപ്തിലേക്ക് തിരിക്കും. പ്രഭാത കേരളം അവസാനിപ്പിക്കാനുള്ള സമയമായി. വാർത്തകൾ ന്യൂസ് 18-ൽ തുടരും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമസ്കാരം.